കുറേ ഗേൾസ് ഉണ്ട്, ഈ ചെറിയ പിള്ളേരാണ് 10th +1 ഒക്കെ പഠിക്കുന്ന കുറേ ഗേൾസ് ഉണ്ട്. ഇവർക്ക് ഈ അഫെയർ, ഇവർക്ക് ഈ റൊമാൻസ്, ഈ ലവ് ഭയങ്കര എന്താ പറയുക, അഫെയറും കാര്യങ്ങളും റൊമാൻറ്റിക്കും കാര്യങ്ങളൊക്കെ കൂടാൻ. അപ്പോൾ ചെറിയ പിള്ളേർ പെൺപിള്ളേരൊന്നും അറിയണില്ല. ശരിക്കും പറഞ്ഞ പോലെ അത് MDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻറ്റിക് മൂഡ് ഹെവിയാണ്. അതാണ് എല്ലാ പിള്ളേരും ഈ സാധനം യൂസ് ചെയ്യണത്. സെക്ഷലി ഭയങ്കര അഡിക്റ്റ്, ഭയങ്കര ഇത് കൂടിയിട്ടുള്ള ഒരു ഏരിയാസിൻ്റെ ഈ MDMA എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ വീഡിയോ കാണണ്ട. പൊന്നു പ്രേക്ഷകരെ, നാടിനെ നടുക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത്. അതായത് നിങ്ങളെ വീട്ടിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളും 9, 10, +1, +2 പഠിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ പൊന്നു പ്രേക്ഷകരെ വീഡിയോ ഫുള്ളായിട്ട് തീർച്ചയായിട്ടും കാണണം. കാരണം നിങ്ങളുടെ പെൺകുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നോക്കൂ, പറയുന്നത് ഈ വീഡിയോ ദൃശ്യത്തിൽ പറയുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി MDMA യൂസ് ചെയ്യുന്നത് സെക്സ് ചെയ്യാൻ വേണ്ടിയാണ്. നോക്കൂ, നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ വയസ്സ് വെറും 13 വയസ്സാണ്. 13 വയസ്സിൽ അവൾക്ക് എന്തിനാണ് സെക്സ്? ഞാൻ വിഷയത്തിലേക്ക് അടക്കാം. ഇത് ഈ പറയുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ വെച്ച് തരാം. ഒരു കാര്യം പറയുകയാണ്, എനിക്ക് പേഴ്സണലി ഭീഷണിയാണ്. ഞാൻ ലഹരിക്കെതിരായിട്ട് 2 വീഡിയോ ആണ് ചെയ്തത്. ഫേസ്ബുക്കിൽ ഫേക്ക് ഐഡിയിൽ നിന്ന് എന്നോട് പറയുകയാണ്, ഇനി മേലിൽ നീ ലഹരിയെ കുറിച്ച് സംസാരിക്കരുത്, സംസാരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ തീർക്കൂന്ന് പറഞ്ഞിട്ട് ഫേക്ക് ഐഡിയിൽ നിന്ന് മെസ്സേജ് വരികയാണ്. പേടിക്കത്തില്ല, വീണ്ടും വീണ്ടും സംസാരിക്കുക തന്നെ ചെയ്യും. പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ലൈക്ക് ചെയ്തിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒന്ന് സഹകരിച്ചാൽ മാത്രം മതി. നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം. പൊന്നു പ്രേക്ഷകരെ, ഒരു നടുക്കുന്ന ഓഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതായത് സ്വന്തം വീട്ടില് അച്ഛനമ്മമാർക്കൊപ്പം ഒരു പെൺകുട്ടി 15 വയസ്സായിട്ടുള്ള SLCയിൽ പഠിക്കുന്ന പെൺകുട്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് അച്ഛനമ്മമാർക്കൊപ്പം നല്ല ഹാപ്പിയിൽ കിടന്നുറങ്ങുകയാണ്. അവള് കിടന്നുറങ്ങുന്നത് അച്ഛനമ്മമാർക്കും കണ്ടതാണ് അതിനുശേഷം സംഭവിച്ചത്. വായിച്ചു കേൾപ്പിക്കാം. രക്ഷിതാക്കൾ അറിഞ്ഞില്ല, അർദ്ധരാത്രിയിൽ 16കാരിയെ കൂട്ടിക്കൊണ്ടുപോയി ലഹരി നൽകി കൂട്ടുകാരിയും സംഘവും പിടിയിൽ. മാനന്തവാടി. രക്ഷിതാക്കൾ അറിയാതെ അർദ്ധരാത്രിയിൽ 16കാരിയെ കൂട്ടിക്കൊണ്ടുപോയി ലഹരി നൽകിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. അഞ്ചുകുന്ന് കല്ലിട്ടാങ്കുഴി ജനീലിയ 19 വയസ്സ്, കണിയാരം പാലക്കുളി പോത്തനാട്ടിൽ AV അജിത് 23 വയസ്സ് എന്നിവരാണ് ബുധനാഴ്ച അറസ്റ്റിലായത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. ചൊവ്വാഴ്ച തൃശ്ശിലേരി മൂത്തുമാരി കണ്ണഞ്ചിറ വീട്ടിൽ റോബിൻ കെ ജോയി 20, മാനന്തവാടി സ്വദേശികളെ കല്ലിയോട്ടുകുന്ന് ലിജു നിവാസിൽ അമൽ കൃഷ്ണ 20, കുറ്റിമുല വള്ളപ്പറമ്പിൽ KV ജിതിൻ 22, എടവക ചാമാടിപ്പൊയിൽ ചിറക്കൽ C അജിത് കുമാർ 23 എന്നിവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു. ഈ മാസം 12-ന് അർദ്ധരാത്രിയിലാണ് കുട്ടിയെ വീട്ടിൽ നിന്നും കൊണ്ടുപോയത്. പിന്നീട് നിർബന്ധിച്ച് മദ്യം നൽകുകയും സിഗരറ്റ് വലിപ്പിക്കുകയുമായിരുന്നു എന്നാണ് വിവരം. തുടർന്ന് മാനന്തവാടി കണിയാരത്തുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ അമൽ കൃഷ്ണയ്ക്കൊപ്പം കണ്ടെത്തി. കേസെടുത്ത് മാനന്തവാട് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. രാത്രി 11 മണിക്ക് പെൺകുട്ടി ഉറങ്ങാൻ പോയതായാണ് രക്ഷിതാക്കൾ പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നത്. രാത്രി 1:30-ക്ക് ഒരു ആൺകുട്ടി വിളിച്ച് മകൾക്ക് അപകടത്തിൽ പരിക്കേറ്റതായും മാനന്തവാടിയിലെ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായും ഫോണിൽ അറിയിച്ചപ്പോഴാണ് വീട്ടുകാർ വിവരം അറിയുന്നത്. അടുക്കളവാതിൽ തുറന്നിട്ടിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ആശുപത്രിയിലെത്തി മകളെ കാണുകയായിരുന്നു. ഒരു പെൺസുഹൃത്തും 2 യുവാക്കളും ചേർന്നാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയതെന്നാണ് ആശുപത്രിയിൽ ലഹരി മയക്കത്തിൽ നിന്ന് ഉണർന്ന ശേഷം മകൾ പറഞ്ഞതായാണ് മാതാപിതാക്കൾ പറയുന്നത്. ചായ കുടിക്കാൻ പോകാം എന്ന് പറഞ്ഞാണ് പെൺസുഹൃത്ത് 16കാരിയെ കൂട്ടിക്കൊണ്ടുപോയെന്നാണ് വിവരം. അപകടത്തിൽ കാലിനും മുഖത്തും സാരമായി പരിക്കേറ്റ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വാർത്ത പലവരും വായിക്കുകയും ഇതിന്റെ ആഘാതം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയുകയും. എന്താല്ലേ, നിങ്ങൾ കേട്ടല്ലോ. അതായത് വീട്ടിൽ അച്ഛനമ്മമാർക്കൊപ്പം കിടന്നുറങ്ങിയ പെണ്ണാണ് രാത്രി സമയത്ത് കണ്ട കാമുകന്റെ കൂടെ ലഹരി അടിക്കാൻ ഒളിച്ചോടുന്നത്. വല്ലാത്ത കഷ്ടം തന്നെയാണ്. എൻ്റെ പൊന്നു രക്ഷിതാക്കളെ, ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു 18 വയസ്സാവുന്നത് വരെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണേ. പറ്റുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച് വിടണേ, ഇല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിന് വരും, പേര് ദോഷം വരും. അതുകൊണ്ടാണ് പറയുന്നത്. പൊന്നു പ്രേക്ഷകരെ, നാടിനെ നടുക്കുന്ന മറ്റൊരു വീഡിയോ ദൃശ്യം. അതായത് 14ഉം 13ഉം വയസ്സായിട്ടുള്ള പെൺകുട്ടികൾ ഈ സാധനം അടിക്കുന്നത് മറ്റേതിന് വേണ്ടിയിട്ടാണ്, അവർക്ക് ഇട്ട് കൊടുക്കുന്നതും. ഇതൊക്കെ ആണുങ്ങൾ ചെയ്യുന്ന പണിയാണ്. എല്ലാത്തിനും ഞാൻ വരാം. അതായത് ഒരു സഹോദരൻ, ലഹരിക്കടിമയായ ഒരു സഹോദരൻ ഇതിനെ കുറിച്ചിട്ട് ക്ലിയറായി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ലഹരിക്കടിമയായിരുന്നു, MDMA ഇല്ലെങ്കിൽ മരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ നിലവിൽ MDMA ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളോടാണ് ഈ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം പറയുന്ന ഒന്നൊന്ന് നമുക്ക് കേട്ടിട്ട് അതിന് മറുപടി കൊടുക്കാം. ഓക്കെ, എന്താണ് ഷഹവാസിന് പറയാനുള്ളത്? ഏകദേശം എത്ര വർഷം താൻ ലഹരി ഉപയോഗിച്ചു? ഞാൻ 10th തൊട്ടിട്ട് കഞ്ചാവ് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്.
അതെനിക്കിങ്ങനെ അവൈലബിൾ ആയിരുന്നു. കുറേ ചേട്ടന്മാരായിട്ടൊക്കെ നല്ല അന്ന് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ ചേട്ടന്മാരുടെ അടുത്ത് ഇങ്ങനെ വലിയ വലിയ ടീമിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അങ്ങനെ പഠിച്ചു, എൻജോയ് പഠിച്ചു. പിന്നെ ഇപ്പോൾ കുറച്ച് അത് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യും, ഇടയ്ക്ക് പിന്നെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്രൈമുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, കേസുകളൊക്കെ ഉണ്ട്. എത്ര കേസുകളുണ്ടോ? എനിക്ക് ടോട്ടൽ 8 കേസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ സിന്തറ്റിക് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള 2020 തൊട്ടിട്ടാണ്. ഇപ്പോൾ ഏകദേശം 5 വർഷമായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് എനിക്കത് നിർത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കേസിലൊക്കെ പെട്ട് ജയിലിൽ പോകുമ്പോൾ ഇത് സുലഭമായിട്ട് കിട്ടുമായിരുന്നു? ജയിലിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇവിടെ കുറച്ച് ഫസ്റ്റ് കയറുമ്പോഴൊന്നും നമുക്കിത് കിട്ടിയിരുന്നില്ല. നമുക്ക് ജയിൽ എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. പിന്നെ എപ്പോഴും ഇങ്ങനെ കേസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ജയിൽ എന്താണെന്ന് മനസ്സിലായി. പിന്നെ അവിടുന്ന് കിട്ടാറുണ്ട്. ഓക്കെ, ബാക്കി വെച്ച് തരാം. നോക്കൂ, നിങ്ങൾ പറയുന്നത് ജയിലിൽ സാധനം കിട്ടുമെന്ന് വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഇത് 1 വർഷം മുമ്പത്തെ വീഡിയോ ആണ്. അനക്ക് രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത്, പൊന്നു രമേശ് ചെന്നിത്തല, ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഇത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഇത് നടന്നത് എന്നെങ്കിലും പറയാണ്, ഒന്ന് ശ്രദ്ധിക്കണം. ഈ ജയിലിലേക്ക്, അതായത് പിഞ്ചോമന മക്കളെ കൊന്നിട്ടും കഞ്ചാവ് അടിച്ചിട്ടും ഇവറ്റകൾ ജയിലിലേക്ക് പോകുന്നത് അവിടെയും ഈ സാധനം അടിക്കാനാണോ? എന്തൊക്കെയാ ഞങ്ങൾ ഈ കേൾക്കുന്നത്? ബാക്കിയും കൂടി കേൾക്കാം. കുറച്ച് നാൾ ഇത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ലഹരിയിൽ നിന്ന് മോചനം നേടേണ്ടതല്ലേ? എനിക്കിപ്പോൾ ഇത് യൂസ് ചെയ്തില്ലെങ്കിലും എനിക്ക് വിഷയമുള്ള കാര്യം, എനിക്ക് കുഴപ്പമില്ല. ഞാനതിനെ എനിക്ക് ഡിപ്രഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. നിർത്തണമെങ്കിൽ എനിക്ക് നിർത്താം. പക്ഷെ എനിക്ക് പൂർണ്ണം അത് എല്ലായിടത്തും അവൈലബിൾ ആണിത്. ഈ കുട്ടികളുടെ ഒക്കെ ഒരു പ്രസൻസ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇതിൽ ലഹരി വാങ്ങിക്കാൻ ചെല്ലുമ്പോഴൊക്കെ? കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10th +1 +2 തൊട്ടുള്ള പിള്ളേരാണ് ഇത് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, രക്ഷിതാക്കളുടെ പറയാനുള്ളത്, എനിക്ക് കുറേ ഗേൾസ് ഉണ്ട്, ഈ ചെറിയ പിള്ളേരാണ് 10th +1 ഒക്കെ പഠിക്കുന്ന കുറേ ഗേൾസ് ഉണ്ട്. ഇവർക്ക് ഈ അഫെയർ, ഇവർക്ക് ഈ റൊമാൻസ്, ഈ ലവ് ഭയങ്കര എന്താ പറയുക, അഫെയറും കാര്യങ്ങളും റൊമാൻറ്റിക്കും കാര്യങ്ങളൊക്കെ കൂടാൻ ഇവരുടെ ഈ പയ്യന്മാർ, അതായത് ഇവരുടെ അഫെയറുള്ള ബോയ്സ്, എൻ്റെ അറിവിലുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ MDMA എന്ന് പറയുന്നത് നമുക്ക് സ്നെഫ് ചെയ്യാം, ഒന്ന് മൂക്കിൽ വലിച്ച് തരാം, പിന്നെ ഒന്ന് ഫ്യൂം ചെയ്യാൻ പറ്റും, പൈപ്പിൽ കൂടെ സ്മോക്ക് ചെയ്യാൻ പറ്റും. 2 ജ്യൂസിൽ 2 കല്ലിട്ട് കൊടുത്ത ജ്യൂസിലും അതും ലഹരിയാണ്. അപ്പോൾ ചെറിയ പിള്ളേർ പെൺപിള്ളേരൊന്നും അറിയണില്ല. ശരിക്കും പറഞ്ഞ പോലെ അത് MDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻറ്റിക്കും കൂടെ ഹെവിയാണ്. അതാണ് എല്ലാ പിള്ളേരും ഈ സാധനം യൂസ് ചെയ്യണത്. സെക്ഷലി ഭയങ്കര ഇത് കൂടിയിട്ടുള്ള ഒരു ലഹരിയാസിൻ്റെ ഈ MDMA എന്ന് പറയുന്നത്. അത് 2 ലൈൻ അവരറിയാണ്ട് ജ്യൂസിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 പ്രാവശ്യം 2 വട്ടം അവർ കുടിച്ചാൽ മതി. അങ്ങനെ വല വീശി പിടിക്കുന്ന കുറച്ച് ബോയ്സ് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുണ്ട്. വല്ലാത്ത അവസ്ഥയാണ് ഇദ്ദേഹം പറയുന്നത്. പെൺകുട്ടികൾ ആദ്യം ഒരു പുരുഷൻ പോയിട്ട് നിന്നെ എനിക്ക് വേണം, നിന്നെ എനിക്ക് മറ്റേത് ചെയ്യാൻ, ഒന്ന് വാടിയെന്ന് വിളിച്ചാൽ ഏതൊരു പെണ്ണും ആദ്യം ഒന്നും പോകത്തില്ല. അങ്ങനെ ആ ഒരു സമയത്ത് ആണുങ്ങൾ, വൃത്തികെട്ട നായ്ക്കള് ജ്യൂസിലേക്ക് MDMA കലർത്തി കൊടുക്കുകയാണ്. അത് കയറ്റിക്കഴിഞ്ഞാൽ ഇവറ്റകൾക്ക് മൂടാവുന്നു. അതിനുശേഷം ഈ പറയുന്നവൻ വിളിച്ചാൽ പെൺകുട്ടികൾ പോകുന്നുണ്ട്. പിന്നീട് പെൺകുട്ടികൾ ഇതിൽ അഡിക്റ്റഡ് ആവുന്നുണ്ട്, ഈ ബോയ് ഫ്രണ്ട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ കേസ് അന്വേഷിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വിവരം ഏറ്റവും കൂടുതൽ ബാംഗ്ലൂരിൽ പഠിക്കുന്ന കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അതിപ്പോൾ നമ്മുടെ മലയാളികളുണ്ട് കൂടുതൽ. അതിലിപ്പോൾ ആയിഷയും ഉണ്ട്, ഈ പറയുന്ന ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ എല്ലാവരും ഉണ്ട്, മിക്സഡ് ആണ്. അതിൽ ജാതി മത വർഗീയത ഒന്നുമില്ല ഈ ഒരു സാധനത്തിൽ. കുറേ പേര് കമന്റ് ഇടുന്നത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞത്. ഇതിൽ അതായത് LDF, UDF, BJP ഇങ്ങനെയും ഇല്ല, മതവും ഇല്ല, ഒരു പണ്ടാരവും ഇല്ല. ഒരു ഗാംഗിൽ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനെ എങ്ങനെയെങ്കിലും നമ്മൾ തടയണം. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, വലിയ വിപത്ത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നിലവിൽ MDMAക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ളത് പെൺകുട്ടികളാണ്. എടുത്തിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. പെൺകുട്ടികളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. ബാംഗ്ലൂരിലേക്ക് പഠിപ്പിക്കാൻ വിടുന്ന മാതാപിതാക്കളെ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കണം. എല്ലാ പെൺകുട്ടികളും അങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല. ചില പെൺകുട്ടികൾ കണ്ടവന്മാർക്ക് കിടന്നു കൊടുത്തിട്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ സാധനം മേടിക്കും, ഇഷ്ടം പോലെ പൈസ, അതായത് ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട്. അതിനുശേഷം ആ പൈസ കൊണ്ടാണ് ഇത്തരത്തിലുള്ള സാധനം മേടിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ പൈസ കൊടുക്കും, അത്യാവശ്യം ചെലവിനുള്ള പൈസ ആയിരിക്കും. പിന്നെ എങ്ങനെയാണ് അവർ ഡ്രഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ അവർക്ക് പൈസ എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? ഓക്കെ, ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല, ബാക്കിയും കൂടി കേൾക്കാം. പിന്നെ പബ്ലിക്കിൽ അവർ അടിക്കാറുണ്ട്, നമ്മുടെ ടൗണിൽ ഇട്ടിട്ട് തന്നെ. അപ്പോൾ അവർക്ക് ചോദിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 16 വയസ്സിലായിട്ടുള്ളൂ, 15 വയസ്സിലായിട്ടുള്ളൂ. ഞങ്ങൾക്ക് എന്ത് ചോദിക്കുക, ഏത് പോലീസ് പിടിക്കുക, അങ്ങനത്തെ കുറേ ഡയലോഗുണ്ട്. അത് കിട്ടാതിരുന്നാൽ എന്താണ് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നം? കിട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ പലർക്കും ഇപ്പോൾ എനിക്കുണ്ടാവുന്ന അനുഭവം ആവില്ല, മറ്റുള്ളവർക്ക് ഉണ്ടാവുക. അതായത് ഈ MDMA യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന മൂടാവില്ല, മറ്റൊരു അടിക്കുമ്പോൾ പലവർക്കും പല മൂടായിട്ട് വരാം. എനിക്കിപ്പോൾ അത് കിട്ടാണ്ടിരുന്നാൽ കുറച്ച് നേരം എനിക്ക് ഉറക്കം വരില്ല. അപ്പോൾ ഞാനങ്ങനെ അധികം ഡിപ്രഷൻ അടിച്ച് ഞാൻ പോകാറില്ല. ഞാൻ ഈ ഫോണിൽ ഇങ്ങനെ ജസ്റ്റ് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്ന
ആ ടൈമിൽ റീൽസും കാര്യങ്ങളൊക്കെ കാണും, ഇരിക്കും. ഷഹബാസിന്റെ വീട്ടിലുള്ളവരൊക്കെ ഇത് എത്രത്തോളം മാനസിക വിഷമിച്ചിട്ടുണ്ട്? ഒരുപാട് അവർ എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് അവർക്ക് എനിക്ക് വേണ്ടി വിഷമിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് ഇപ്പോഴും നന്നാവണം, എനിക്കിപ്പോൾ നല്ലൊരു ലിങ്കിൽ പോകണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളെ ഈ ഫ്രണ്ട്സ്, അതായത് ഈ ലഹരി നേരത്തെ വാങ്ങിയവർ പിന്നീട് ഇത് വാങ്ങിക്കാതിരിക്കുമ്പോൾ ഭീഷണിപ്പെടുത്താൻ അങ്ങനെയുണ്ടോ? നമുക്ക് അങ്ങനെ വന്നിട്ടില്ല. അത് ഉണ്ടായിട്ടുള്ള അനുഭവം നമ്മുടെ ഫ്രണ്ട്സിന് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഇതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരാൻ പറ്റില്ല എന്നുണ്ടോ? MDMA ചെന്ന് പെട്ട് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെയും അവരത് കിട്ടാനുള്ള വഴി അവർ നോക്കുള്ളൂ. മീൻസ് അവർക്ക് ഫണ്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് എടുക്കാൻ നോക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇതേപോലെ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു വള്ളിക്കെട്ടുണ്ടായിട്ട് അവർ ഫണ്ട് മേടിക്കും. ഷഹബാസ് ഈ ലഹരി കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ പിടിച്ചുപോരാ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ പോയത്? അങ്ങനെ വെച്ചെന്ന് വെച്ചാൽ 1-2 വട്ടം അത് പിടിച്ചുവരെയല്ല. ഓൾറെഡി എനിക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ തരാം. എന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ. എൻ്റെ നിന്ന് ഫണ്ട് മേടിച്ച് പോയിട്ടും അങ്ങനെയായിട്ടുള്ള ആൾക്കാരൊക്കെ. പിന്നെ നമുക്കത് ചോദിച്ചിട്ട് കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ കയറി ഇടിച്ചിട്ട് ബാക്കി ഫണ്ട് മേടിക്കും. പല കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒഫീഷ്യലി അതൊരു ക്രൈമാണല്ലോ. ഇടിച്ചിട്ട് ഫണ്ട് മേടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ക്രൈമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കേസുകൾ കാര്യങ്ങൾ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ എത്രത്തോളം സുലഭമായി കിട്ടുന്നുണ്ട്? എത്ര ദൂരത്തിൽ കിട്ടുന്നുണ്ട് ഈ സാധനം? എനിക്കിപ്പോൾ തൃശ്ശൂർ ജില്ല വെച്ചിട്ട് നോക്കുമ്പോൾ എല്ലാ പഞ്ചായത്തിലും ദൈവങ്ങളാണ്. അത് എൻ്റെ മുമ്പിൽ ഞാനിപ്പോൾ അത്യാവശ്യം ബാംഗ്ലൂരും കാര്യങ്ങളൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ അത്യാവശ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല രീതിയിൽ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരാറില്ല. നമ്മളത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാറുണ്ട്. എൻ്റെ കൺമുമ്പിൽ കൂടെ ഞാനിതുവരെ എൻ്റെ കൈ കൊണ്ട് ആർക്കും ഡ്രഗ്സ് ഞാൻ വിറ്റിട്ടില്ല. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആർക്കും സെയിലിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം നമ്മൾ തൃശ്ശൂർ സിറ്റിയിൽ അവൈലബിളാണ്. ഈ സ്ത്രീകളും ഉൾപ്പെടെ, അതായത് പെൺകുട്ടികളല്ല, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉപയോഗിക്കുന്നു. ഒട്ടുമിക്ക സ്ത്രീകളും എൻ്റെ അറിവിൽ അനവധി ഉണ്ട് ഇവിടെ. അത് ഞാൻ പേരും അവരുടെ ഒരു ബയോഡാറ്റയും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമല്ലേ. അപ്പോൾ എൻ്റെ അറിവിൽ ഒട്ടുമിക്ക ബോയ്സ് മാത്രമല്ല സ്ത്രീകളും ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കാണാറില്ലേ. ഇപ്പോൾ ഈ ഒരു കൊല്ലത്തിൽ ഏകദേശം ഒരു 100 പേരെ പിടിച്ച് 100 സ്ത്രീകൾ ജയിലിൽ പോയിട്ടുണ്ട് ഈ NDPSൻ്റെ കേസിൽ. ഈ ഒരു 2024 തൊട്ടിട്ട് 2025 വരെ ന്യൂസ് എടുത്ത് നോക്കിയാൽ മതി. ഏകദേശം 100 സ്ത്രീകളുടെ അടുത്ത്, അതും 19, 21, 22 വയസ്സായിട്ടുള്ള പെൺപിള്ളേരാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇവിടെ പെൺപിള്ളേരും തൃശ്ശൂരും പെൺപിള്ളേർ അധികം യൂസ് ചെയ്യുന്നത് കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേരാണ്. അപ്പോൾ ഇനി ലഹരി ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഷഹബാസ്? ഞാനെടുത്തു കഴിഞ്ഞു. അതിന് ഏതെങ്കിലും ഈ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയിട്ട് എത്രത്തോളം ഗുണകരമാണ്? ഡി അഡിക്ഷൻ സെന്ററിൽ പോകാനായിട്ടും കൂടുതൽ നമുക്ക് സ്വയമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഒരു അനുഭവം വരുമ്പോഴാണ് നമ്മൾ പഠിക്കുള്ളൂ. അപ്പോൾ ആദ്യം തീരുമാനം എടുക്കേണ്ടത് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ആദ്യം തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മളുടെ ഒരു ഉറച്ച നിലപാടാണ്. അല്ലാണ്ട് ഒരുപാട് പേര് ഉപദേശിച്ചോണ്ടോ ഒരുപാട് പേര് ഇതാക്കിയോണ്ടോ. പിന്നെ ഒന്നാമത് സാധനം അടിച്ച് ഇത് കഞ്ചാവ് യൂസ് ചെയ്യുന്ന പോലെ സിന്തറ്റിക് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ പല്ലൊക്കെ ഫ്രണ്ടിലൊക്കെ 2-3 ചെറിയ പീസുകൾ ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കെമിക്കൽ വായിൽ വന്നിട്ട്. എനിക്ക് അറിയേണ്ട സാറുണ്ട് ഇവിടെ സിറ്റിയിലെ സ്കൂളിലെ SI സാറുണ്ട്, സുഹൃത്തുമ്മ സാറ്. ഞാനിപ്പോൾ എന്നായിട്ട് നല്ല കണക്ഷൻ ഉണ്ടാവും, ഫാമിലിയൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ. അപ്പോൾ എനിക്ക് ആളുടെ എന്ത് തുറന്നു പറയാം. നമുക്കൊരു പല്ല് പൊട്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നില്ല. അത് ഞാൻ അപ്പോൾ തന്നെ ഞാൻ സാറിന് കാണിച്ചു കൊടുത്തു. അവിടെ പോയി സാറിങ്ങനെ പറ്റുന്നുണ്ട്. അപ്പോൾ സാറ് അപ്പോഴാണ് ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ അടുത്ത് പറഞ്ഞു നെക്സ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ പോയിട്ടുള്ളതാണ്. പിന്നെ എന്തായാലും ഷഹബാസ് എടുത്ത ഈ തീരുമാനം ഇനി ലഹരി ഉപയോഗിക്കുന്നത്. ഓക്കെ പൊന്നുപ്രേക്ഷകരെ, ഇതൊക്കെ വരുന്നത് വടകരയിലെ ഈ ടീച്ചർമാരുടെ പണിയിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ആ വടകരയിലെ പിടിച്ച 4 ടീച്ചർമാർക്കും തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. അതിനുശേഷം ആ സ്കൂളിലെ വിദ്യാർത്ഥികളെ ഒന്നും കൂടി ചോദ്യം ചെയ്യണം. ഓരോ വിദ്യാർത്ഥികളോടും പോലീസ് ചോദിക്കണം. വിദ്യാർത്ഥികൾ, അതായത് 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ, അവർക്കടക്കം ഡ്രഗ് കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അപ്പോൾ മൊത്തത്തിലൊന്ന് പരിശോധിച്ചിട്ട് ഇവരെ പുറം ലോകം കാണിക്കരുത്. 10-20 വർഷം ജയിലിൽ അടക്കണമെന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.